നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ജില്ലയിലെ 111 തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ഗുരുവായൂർ നഗരസഭയുടെ ആദ്യ കൌൺസിൽ യോഗത്തിൽ തന്നെ കല്ലുകടി. നഗരസഭാ ഓഫീസിന് മുന്നിൽ മദ്യക്കുപ്പികൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയത് പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കി. ഗുരുവായൂരിൽ വഴിയോര കച്ചവടക്കാരനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. വടക്കുംചേരി സ്വദേശി ചന്ദ്രനെയാണ് ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. തളിക്കുളം സ്നേഹതീരം ബീച്ച് പാർക്ക് ഈ മാസം 24-ന് തുറക്കും. നവീകരണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകൾ എന്നിവിടങ്ങളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നു. ജില്ലയിൽ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ മുതിർന്ന അംഗം മേരി തോമസിന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മേരി തോമസ് മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തൃശൂർ കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുതിർന്ന അംഗമായ ML റോസിക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ അങ്കണത്തിലെ ജില്ലാ ആസൂത്രണ സമിതി ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വാഴാനി ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗമായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മേരി തോമസിന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വന്ന അംഗങ്ങൾക്ക് മേരി തോമസും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 21 LDF അംഗങ്ങളും 9 UDF അംഗങ്ങളും ഉൾപ്പെടെ ആകെയുള്ള 30 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഇടത് അംഗങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്തപ്പോൾ ഒരംഗം അല്ലാഹുവിന്റെ നാമത്തിലും മറ്റുള്ളവർ ഈശ്വരനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. P. ബാലചന്ദ്രൻ MLA, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VS പ്രിൻസ്, PK ഡേവിസ്, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് നടപടിക്രമങ്ങളുടെ ഭാഗമായി മേരി തോമസിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ അംഗങ്ങളുടെ പ്രഥമ യോഗവും ചേർന്നു. കുന്നംകുളം നഗരസഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. റിട്ടേണിംഗ് ഓഫീസർ താര മനോഹരൻ മുതിർന്ന കൌൺസിലർ പുഷ്പ ജോണിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 38 കൌൺസിലർമാർക്കും പുഷ്പ ജോൺ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചാവക്കാട് നഗരസഭയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. മുതിർന്ന അംഗം PI വിശ്വംഭരൻ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. വരണാധികാരിയായ ജില്ലാ വ്യവസായ വകുപ്പ് മാനേജർ S. ഷീബ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. വടക്കാഞ്ചേരി നഗരസഭ പുതിയ കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ മിനി സിവിൽ സ്റ്റേഷനിൽ തയ്യാറാക്കിയ വേദിയിൽ നടന്നു. ജില്ലാ രജിസ്ട്രാർ ഇന്ദുലേഖ മുതിർന്ന അംഗമായ KR കൃഷ്ണൻകുട്ടിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം KR കൃഷ്ണൻകുട്ടി മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുനിസിപ്പാലിറ്റിയിലെ 42 പുതിയ കൌൺസിലർമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. PK വിജയൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദോഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ചാലക്കുടി നഗരസഭയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. നഗരസഭാ അങ്കണത്തിൽ റിട്ടേണിംഗ് ഓഫീസർ M. വെങ്കിടേശ്വരന്റെ മേൽനോട്ടത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. കരുണാലയം വാർഡിൽ നിന്നും വിജയിച്ച KT ജോണിക്ക് വരണാധികാരി ആദ്യം സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് KT ജോണി മറ്റുള്ളവർക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. 37 അംഗങ്ങളും പ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗികമായി കൌൺസിലർ സ്ഥാനം ഏറ്റെടുത്തു. നഗരസഭാ സെക്രട്ടറി K. പ്രമോദ് നടപടികൾ ഏകോപിപ്പിച്ചു.
ഗുരുവായൂർ നഗരസഭയിലെ കൌൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മുതിർന്ന അംഗം A.T. ഹംസയ്ക്ക് വരണാധികാരി N. വിജയകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് A.T. ഹംസ മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. N.K. അക്ബർ MLA, മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ M. കൃഷ്ണദാസ്, V.S. രേവതി, P.S. ജയൻ തുടങ്ങിയവർ കൌൺസിലർമാർക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന ചടങ്ങിൽ കൌൺസിലർമാരിലെ സീനിയർ P.N. രാമദാസിന് റിട്ടേണിംഗ് ഓഫീസർ വിനോദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റുള്ളവർക്ക് P.N. രാമദാസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. V.R. സുനിൽകുമാർ MLA, സ്ഥാനമൊഴിഞ്ഞ ചെയർപേഴ്സൺ T.K. ഗീത, വൈസ് ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് V.S. ദിനൽ എന്നിവരും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ നഗരസഭയുടെ ആദ്യ കൌൺസിൽ യോഗത്തിൽ തന്നെ കല്ലുകടി. നഗരസഭാ ഓഫീസിന് മുന്നിൽ മദ്യക്കുപ്പികൾ കൊണ്ട് ക്രിസ്തുമസ് ട്രീ ഒരുക്കിയതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. മഞ്ജുലാരിനു സമീപം AKG സ്മാരക കവാടത്തിന് മുന്നിലാണ് ബിയർ കുപ്പികൾ ഉപയോഗിച്ച് നഗരസഭ ആരോഗ്യ വിഭാഗം ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ കൌൺസിലർ ബഷീർ പൂക്കോടാണ് വിഷയം കൌൺസിലിൽ ഉന്നയിച്ചത്. കുട്ടികളും സ്ത്രീകളുമടക്കം ദിനംപ്രതി നൂറുകണക്കിന് പേർ ക്ഷേത്രത്തിലേക്ക് നടന്നുപോകുന്ന വഴിയിൽ ഇത്തരം കാഴ്ച തെറ്റായ സന്ദേശമാണ് നൽകുക എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ച ക്രിസ്തുമസ് ട്രീ ആണെന്നും പുനരുപയോഗമായതിനാലാണ് ഇത്തരം കുപ്പികൾ ഉപയോഗിച്ചത് എന്നും നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ മറുപടി നൽകി. ആദ്യ യോഗമായതിനാൽ തർക്കത്തിന് മുതിരുന്നില്ലെന്നറിയിച്ച് പ്രതിപക്ഷം ശാന്തരായി. എന്നാൽ കൌൺസിൽ അവസാനിച്ച ശേഷം പ്രതിപക്ഷ കൌൺസിലർമാർ ഒന്നടങ്കം സെക്രട്ടറിയുടെ മുൻമുറിയിലെത്തി പ്രതിഷേധം അറിയിച്ചു. മദ്യക്കുപ്പികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ക്രിസ്മസ് ട്രീ മാറ്റണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം തിങ്കളാഴ്ച നഗരസഭാ സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകും. ഗുരുവായൂർ ക്ഷേത്രനടയിൽ മദ്യക്കുപ്പികൾ ഉപയോഗിച്ച് നഗരസഭാ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചതിൽ BJP കൌൺസിലർ ശോഭ ഹരിനാരായണൻ പ്രതിഷേധിച്ചു. ഇതിലൂടെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നഗരസഭ വ്യക്തമാക്കണം. മഹത്തായ സന്ദേശം നൽകുന്ന ക്രിസ്തുമസിനെ അവഹേളിക്കുകയാണ് നഗരസഭ ചെയ്തിരിക്കുന്നത് എന്നും ശോഭ ഹരിനാരായണൻ കുറ്റപ്പെടുത്തി. ചാലക്കുടി നഗരസഭയിൽ LDF കൌൺസിലർക്ക് അലിഖിതവും ലിഖിതവുമായി 2 തവണ സത്യപ്രതിജ്ഞ. 5-ാം നമ്പർ അലവി സെന്റർ വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നിതിൻ പുല്ലനാണ് 2 വട്ടം സത്യപ്രതിജ്ഞ ചൊല്ലേണ്ടി വന്നത്. നഗരസഭാ അങ്കണത്തിൽ ആദ്യം നടന്ന ചടങ്ങിൽ ധീരരക്തസാക്ഷികളുടെ നാമധേയത്തിലായിരുന്നു നിതിന്റെ പ്രതിജ്ഞ. തെറ്റ് ബോധ്യപ്പെട്ട നിതിൻ ഭരണാധികാരിയെ സമീപിച്ച് രണ്ടാമതും സത്യപ്രതിജ്ഞ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചു. ഇത് അംഗീകരിച്ചതോടെ കൌൺസിൽ യോഗം തുടങ്ങുന്നതിന് മുൻപായിരുന്നു രണ്ടാമത്തെ ദൃഢപ്രതിജ്ഞ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രതിനിധികളുടെ ഇത്തരത്തിലെ സത്യപ്രതിജ്ഞ വിവാദമായിരുന്നു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂരിൽ വഴിയോര കച്ചവടക്കാരനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് കൈ തല്ലിയൊടിക്കുകയും കട തല്ലി തകർക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. വർഷങ്ങളായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കഴിയുന്ന വടക്കുംചേരി സ്വദേശി മീശ എന്ന് വിളിക്കുന്ന ചന്ദ്രനെയാണ് ടെമ്പിൾ SHO G. അജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് തിരുവത്ര സ്വദേശി ചീരമ്പത്ത് വീട്ടിൽ രാജേന്ദ്രനെയാണ് ഇയാൾ മർദ്ദിച്ചത്. കഴിഞ്ഞ 12-ന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഇയാൾ വർഷങ്ങളായി വടക്കേനടയിൽ വഴിയോരത്ത് മുല്ലപ്പൂവും പൂജാ സാധനങ്ങളും വിൽപ്പന നടത്തി വരികയായിരുന്നു. സ്ഥിരമായി നടപ്പാതയിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ചന്ദ്രൻ
കടയിൽ മനുഷ്യവിസർജ്യം കൊണ്ടുവന്നിട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിലാണ് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ആക്രമിച്ചത്. ആക്രമണം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന പരാതി ഉയർന്നിരുന്നു. തളിക്കുളം സ്നേഹതീരം ബീച്ച് പാർക്ക് ഡിസംബർ 24-ന് തുറക്കും. നവീകരണം അന്തിമഘട്ടത്തിൽ. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിലുള്ള പാർക്കിൽ കുട്ടികൾക്കായുള്ള കളിയുപകരണങ്ങൾ സ്ഥാപിക്കൽ, ഓഫീസ് കെട്ടിട നവീകരണം, കൽമണ്ഡപങ്ങളുടെ നവീകരണം, ഫിഷ് ടാങ്ക് നവീകരണം, ഇലക്ട്രിക് പ്രവൃത്തികൾ, ലൈറ്റുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ 2 പദ്ധതികളിലായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഡെസ്റ്റിനേഷൻ ചെയർമാൻ CC മുകുന്ദൻ MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് 3.5 കോടിയിലേറെ രൂപ സ്നേഹതീരം ബീച്ച് പാർക്കിലേക്ക് സർക്കാരിൽ നിന്നും ലഭ്യമായത്. ലീഗിന്റെ അനീതി ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ വർഗീയവാദിയാക്കിയെന്നും 2ാം പിണറായി സർക്കാരിലെ എല്ലാ മന്ത്രിമാരും നല്ലതാണെന്ന അഭിപ്രായമില്ലെങ്കിലും റവന്യൂ മന്ത്രി കെ രാജന് A+ കൊടുക്കാമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP യോഗം നേതൃപദവിയിൽ 3 പതിറ്റാണ്ട് പിന്നിട്ട വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം തൃശൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നൽകിയ ആദര പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്ററി മോഹമോ സർക്കാരിന്റെ ഔദ്യോഗിക പദവിയോ ഒന്നും ആഗ്രഹമില്ല. ഈഴവരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമാണ് താൻ പ്രവർത്തിക്കുന്നത്. ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ട് അവിടെ ഗുരുവിന്റെ ഒരു പടം പോലും സ്ഥാപിച്ചിട്ടില്ല. താനത് പറഞ്ഞപ്പോൾ തന്നെ വർഗീയവാദിയാക്കിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കുറുക്കഞ്ചേരി ശ്രീനാരായണ ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് IG പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം മുൻകാല നേതാക്കൾ അനുഭവിച്ച യാതനകൾ കാരണം വെള്ളാപ്പള്ളിയെ ഏറ്റവും കൂടുതൽ എതിർത്തത് താനാണെന്ന് സഹധർമ്മിണി പ്രീതി നടേശൻ പറഞ്ഞു. കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, മോഹൻ കുന്നത്ത്, TR രഞ്ജു, KV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. മയക്കുമരുന്ന് കടത്തിലൂടെ പ്രതികൾ അനധികൃതമായി സമ്പാദിച്ച 37,78,000 രൂപയിലധികം മൂല്യമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവായി. സെപ്റ്റംബർ 29-ന് തളിക്കുളം കൈതക്കലിൽ മെത്താഫിറ്റമിനുമായി പിടികൂടിയ എടത്തുരുത്തി സ്വദേശി കൊല്ലാറ വീട്ടിൽ അഖിൽ, പെരിഞ്ഞനം സ്വദേശിനി കള്ളിപ്പറമ്പിൽ വീട്ടിൽ ഫസീല എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടാൻ ഉത്തരവായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിലുള്ള കോമ്പിറ്റന്റ് അതോറിറ്റിയാണ് കണ്ടുകെട്ടൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൊടകരയിൽ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിലായി. കൊടകര വല്ലപ്പാടി സ്വദേശി മുരിങ്ങത്തേരി വീട്ടിൽ ലളിത് പ്രശാന്തിനെയാണ് കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ അറിയിച്ചു. അഴീക്കോട് മുനയ്ക്കൽ മുസിരിസ് ഡോൾഫിൻ ബീച്ച്, കഴിമ്പ്രം ബീച്ച്, മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ, പെരിഞ്ഞനം ബീച്ച് ഫെസ്റ്റിവൽ, ശ്രീകൃഷ്ണപുരം തീരം ബീച്ച് ഫെസ്റ്റിവൽ, കൂളിമുട്ടം പ്രാണിയോട് ബീച്ച് ഫെസ്റ്റിവൽ എന്നിങ്ങനെയാണ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്നത്. ബീച്ച് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള തിരക്കും ഗതാഗത കുരുക്കും കണക്കിലെടുത്ത് സുരക്ഷാ ഡ്യൂട്ടിക്കായി ഓരോ ദിവസവും 75 പോലീസ് ഉദ്യോഗസ്ഥരെ വീതം നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളുടെയും പ്രാദേശിക രക്ഷാസംഘങ്ങളുടെയും ലൈഫ് ബോട്ടുകളുടെയും പ്രാദേശിക ലൈഫ് ഗാർഡുകളുടെയും സേവനവും ലഭ്യമാക്കും. ബീച്ച് പരിസരമാകെ പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും. പിങ്ക് പോലീസിന്റെ സേവനവും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പഴുവിലിൽ പൊള്ളലേറ്റ് മരിച്ച യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. പഴുവിൽ വെസ്റ്റ് വലിയത്ത് ഹനീഫയുടെ ഭാര്യ സുൽഫത്തിനെയാണ് കഴിഞ്ഞ ദിവസം വീടിന്റെ അടുക്കളയിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃപ്രയാറിൽ തയ്യൽ കട നടത്തുന്ന സുൽഫത്ത് വീട്ടിലിരുന്ന് തുന്നിയ വസ്ത്രങ്ങൾ കടയിൽ നൽകാൻ ഭർത്താവും മകളും പോയ സമയത്താണ് സംഭവം നടന്നത്. തുന്നിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വീട്ടിലെത്തിയ അയൽവാസി വിളിച്ചിട്ട് വാതിൽ തുറക്കാതിരുന്നതിനെ തുടർന്ന് സംശയം തോന്നി തൊട്ടടുത്തുള്ള ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്താൽ വാതിൽ തുറന്നപ്പോൾ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കയ്പമംഗലം വഴിയമ്പലത്ത് റോഡിൽ തലയിടിച്ച് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കയ്പമംഗലം വിളക്കുപറമ്പ് സ്വദേശി കല്ലേപ്പറമ്പിൽ കുമാരൻ നായരുടെ മകൻ 51 വയസ്സുള്ള സഞ്ജയ് ആണ് മരിച്ചത്. ഈ മാസം 6-ന് വഴിയമ്പലം സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിൽ തലയടിച്ച് വീണ് കിടക്കുന്ന നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്.
ഒല്ലൂർ കമ്പനിപ്പടിയിൽ ഇന്നോവ കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലക്കാട് സ്വദേശി നെല്ലിക്കുന്ന് പറമ്പിൽ വീട്ടിൽ ശിവാനന്ദനാണ് മരിച്ചത്. എറണാകുളം ഭാഗത്തു നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന കാർ എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. നെല്ലുവായി ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർമാരായ എ രഞ്ജിനി, പി ബി ബിജു, തിരുവല്ലുവാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ എൻ ദീപേഷ്, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, ഉപദേശക സമിതി സെക്രട്ടറി സി എസ് ബൈജു, ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകൻ അനൂപ് ശങ്കറും കലാകാരന്മാരും അവതരിപ്പിച്ച ഭക്തിഗാനസന്ധ്യ അരങ്ങേറി. രാവിലെ വന്ന് കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് കയറിയിട്ടുണ്ട്. കാരണം രാത്രിത്തെ കഠിനമായ മഴയും ഇടിയൊന്നും എനിക്ക് 16-17 വയസ്സുണ്ട്. അപ്പൊ ആ സമയത്ത് ഗുരുവായൂർ ബ്രഹ്മകുളത്ത് ക്രിസ്മസ് കരോൾ കഴിഞ്ഞു വരികയായിരുന്ന സംഘം സഞ്ചരിച്ച കാർ മറ്റൊരു കാറിലിടിച്ച് തോട്ടിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. എളവള്ളി സ്വദേശികളായ കോടങ്ങാട്ട് അഭയ്, പുഴങ്ങരയിലത്ത് ഫാദിൽ, സഹോദരൻ ഷിഹാസ്, പയ്യോളി വീട്ടിൽ അനിരുദ്ധ്, എളവള്ളി വീട്ടിൽ അസ്ലം എന്നിവർക്കാണ് പരിക്കേറ്റത്. എളവള്ളിയിൽ നിന്ന് കരോൾ കഴിഞ്ഞ് ഗുരുവായൂരിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നതിനിടെയായിരുന്നു അപകടം. വളവ് തിരിയുന്നതിനിടെ എതിരെ വന്ന കാറിൽ ഇടിച്ച് തോട്ടിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാണാതായ ഗൃഹനാഥനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാങ്ങല്ലൂർ പൈങ്ങോട് മുണ്ടഞ്ചേരി സുബ്രഹ്മണ്യനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരിഞ്ഞാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നും കടയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. കാണാതായതിനെ തുടർന്ന് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് മുൻ മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗത്തെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. മുൻ പഞ്ചായത്ത് അംഗം NS സജിത്തിനാണ് മർദ്ദനമേറ്റത്. BJP RSS പ്രവർത്തകർ ജോലിസ്ഥലത്തെത്തി സംഘം ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മുല്ലശ്ശേരി മാനിനയിലുള്ള സുഹൃത്തിന്റെ പറമ്പിൽ കിണറുപണിക്ക് എത്തിയപ്പോഴാണ് മർദ്ദനമുണ്ടായതെന്ന് പറയുന്നു. പരിക്കേറ്റ സജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരാതിയെ തുടർന്ന് പാവറട്ടി SI അനുരാജന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ മുല്ലശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിൽ സ്വതന്ത്ര അംഗമായിരിക്കെ 1 മാസം മുൻപാണ് സജിത്ത് CPM-ൽ ചേർന്നത്. ഗുരുവായൂരപ്പന് വഴിപാടായി വെങ്കലത്തിൽ തീർത്ത പൂജാ സെറ്റും ചിരാതുകളും സമർപ്പിച്ചു. പൊന്നാനി കറുകത്തിരുത്തി സ്വദേശി സുബ്രഹ്മണ്യനും കുടുംബവുമാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. വിളക്കുമാടത്തിൽ ഘടിപ്പിക്കാനുള്ള 500 ചിരാതുകളും 6 പൂജാ സെറ്റുകളുമാണ് സമർപ്പിച്ചത്. 1.25 ലക്ഷം രൂപ വിലമതിക്കുന്നതാണ് ഇവ. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ ഏറ്റുവാങ്ങി. ഗുരുവായൂർ ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ 12 ദിവസം നീണ്ടുനിൽക്കുന്ന തിരുവാതിര മഹോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാർവതീദേവിക്ക് പട്ടും താലിയും ചാർത്തുന്നതിനും ഉമാമഹേശ്വരന്മാർക്ക് മംഗല്യപൂജയുമാണ് തിരുവാതിര മഹോത്സവത്തിലെ പ്രധാന വഴിപാടുകൾ. ആയിരക്കണക്കിന് ഭക്തർ 12 ദിവസം പട്ടും താലിയും ചാർത്താനെത്തും. ജനുവരി 3-ന് തിരുവാതിര നാളിൽ ചടങ്ങുകൾക്ക് സമാപനമാകും. ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, C ഹരിദാസ്, E പ്രഭാകരൻ, P ജയപ്രകാശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് ഗുരുവായൂർ പൂക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ നഗരസഭാ കൌൺസിലർ മാഗി ആൽബർട്ടിനെ അനുസ്മരിച്ചു. സർവകക്ഷി അനുശോചന സമ്മേളനത്തിൽ മുൻ നഗരസഭാ ചെയർപേഴ്സൺ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി.
കെ പി ഉദയൻ, ആൻഡോ തോമസ്, ടി ടി ശിവദാസ്, അനീഷ്മ ഷനോജ് തുടങ്ങിയവർ സംസാരിച്ചു. പാലിയൂർ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ബോൺ നത്താലെ പരിപാടികൾക്ക് തുടക്കമായി. നൂറുകണക്കിന് സാന്താക്ലോസുമാർ പങ്കെടുത്ത ഘോഷയാത്ര ചാവക്കാട് ചത്തുരത്തിൽ സമാപിച്ചു. സമാപന സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം, ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ, വാർഡ് കൌൺസിലർമാരായ ജോയ്സ് ടീച്ചർ, ഷാജിദ ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആശുപത്രി ഉപകരണങ്ങൾ കൈമാറി അംഗങ്ങളെ അനുമോദിച്ചു. പഞ്ചായത്തിലെ പൂണിശ്ശേരി 7ാം വാർഡ് അംഗം പ്രീബരൻ ചുണ്ടേലിപ്പറമ്പിലിന്റെ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ ആംബുലൻസ് അസോസിയേഷൻ പ്രവർത്തകരാണ് ഉപകരണങ്ങൾ കൈമാറിയത്. സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് ഗുരുവായൂർ അനുമോദിക്കുന്നതിനോടൊപ്പം ആശുപത്രി ഉപകരണങ്ങൾ വേദിയിൽ വെച്ച് മെമ്പർമാർക്ക് കൈമാറി. ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഇന്ന് തൃക്കൂർ പഞ്ചായത്തിലെ 7ാം വാർഡില് വിജയിച്ചതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. ആ സന്തോഷത്തോടൊപ്പം അദ്ദേഹത്തിനെ ആദരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം സംഘടനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നു. കേവലം ഒരു ഷാൾ കൊണ്ടോ ഒരു ഷീൽഡ് കൊണ്ടോ അവസാനിപ്പിക്കേണ്ടതല്ല അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനവും. ഞങ്ങൾ ഏകദേശം 10 വർഷത്തോളമായി അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. എന്നെ അനുമോദിക്കാനും ആദരിക്കുവാനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായ പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് ആംബുലൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് ഗുരുവായൂര് എന്റെ പഞ്ചായത്തിൽ എത്തിച്ചേർന്നത്. മാതൃകാപരമായ ഒരു ചിന്തയായിരുന്നു അവരുടേത്. ഒരു ഷാളാർപ്പണം കൊണ്ട് മാത്രം ഒരു അനുമോദിക്കുക എന്നുള്ളതായിരുന്നില്ല. അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ അഖിൽ ഒല്ലൂർ, സൗരവ് ബാബു, ശ്രീഹരി താഴിശ്ശേരി എന്നിവരും പങ്കെടുത്തു. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. റിട്ടേണിംഗ് ഓഫീസർ B. അശോക് രാജ് മുതിർന്ന അംഗമായ ജയകുമാറിനെ ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ജയകുമാർ 17 വാർഡുകളിൽ നിന്നും വിജയിച്ച അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ ഡിവിഷനുകളിൽ നിന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. റിട്ടേണിംഗ് ഓഫീസർ PD. ജോസഫ് മുതിർന്ന അംഗമായ ക്ലമന്റ് ഫ്രാൻസിസിനെ ആദ്യ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവറട്ടി, എളവള്ളി പഞ്ചായത്തുകളിൽ നിന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക് മുതിർന്ന അംഗം ക്ലമന്റ് ഫ്രാൻസിസ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. ചാവക്കാട് സബ് രജിസ്ട്രാർ BD. ലൌസി 5ാം വാർഡിൽ നിന്നും വിജയിച്ച PC. രാജനെ ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടന്നു. റിട്ടേണിംഗ് ഓഫീസർ PR. സുദീപ് മുതിർന്ന അംഗമായ ഗ്രേസി ജേക്കബിനെ ആദ്യ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 1 മുതൽ 18 വരെയുള്ള വാർഡുകളിൽ വിജയിച്ചവർക്ക് ഗ്രേസി ജേക്കബ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പാവറട്ടി പഞ്ചായത്തിൽ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വരണാധികാരി NV. ആന്റണി മുതിർന്ന അംഗം KC. ഖാദർമോനെ ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റ് 15 അംഗങ്ങളും KC. ഖാദർമോൻ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വരണാധികാരി AA. സിന്ധു മുതിർന്ന അംഗം TP. സോമനെ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുതിർന്ന അംഗം മറ്റുള്ള അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. മച്ചാട് മാമാങ്കത്തിന് നേതൃത്വം കൊടുക്കുന്ന തെക്കുംകര വിഭാഗത്തിന്റെ നോട്ടീസ് പ്രകാശനം തിരുവാണിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാൻ KP. മനോജ് കുമാർ, അരീക്കര ഇല്ലത്ത് AP. കൃഷ്ണകുമാർ എന്നിവർ കൃഷ്ണകുമാറിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ചലച്ചിത്ര താരം ഷാജി നവോദയ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സോമൻ, രഘു, അരീക്കര ഇല്ലം ജയരാജ് ഇളയത്, ദിനേശൻ തടത്തിൽ, ശശിധരൻ പാർലിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഇടയ്ക്ക വാദ്യകലാകാരൻ തിച്ചൂർ മോഹനൻ ആശാന്റെ 2ാം സ്മൃതി ദിനാചരണവും സ്മൃതി മോഹനം വാദ്യകല പുരസ്കാര സമർപ്പണവും നടന്നു.
വാദ്യകുലപതി കല്ലൂർ രാമൻകുട്ടി മാരാരാണ് പുരസ്കാരത്തിന് അർഹനായത്. തിച്ചൂർ മോഹനന്റെ പത്നി വിജയലക്ഷ്മി പുരസ്കാരം സമർപ്പിച്ചു. തൗര്യത്രികം കലാക്ഷേത്രം പ്രിൻസിപ്പാൾ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. വിപിൻ കുടിയേടത്ത് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. കൊടകര ഉണ്ണി, തിച്ചൂർ മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചെയർമാൻ സന്തോഷ് കൈലാസ്, വെള്ളിത്തിരുത്തി ഉണ്ണിനായർ, ടി എ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കലാകാരന്മാര് ധാരാളം തിച്ചൂർ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ കുട്ടികളുടെ മേളം അരങ്ങേറി. തിച്ചൂർ മോഹനൻ ആശാൻ സ്മാരക തൗര്യത്രികം കലാപഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം നടത്തിയത്. AS തൃഷേഖ്, KS അഖിലേശ്വർ, കീർത്തന S നായർ, മാധവ് R നായർ, N ഷിജിൻ, S അഭിനവ് എന്നിവരാണ് മേളത്തിൽ വിസ്മയം തീർത്തത്. കലാമണ്ഡലം രാഹുൽ കാണിപ്പയ്യൂരാണ് പരിശീലകൻ. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ജില്ലയിലെ 111 തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ഗുരുവായൂർ നഗരസഭയുടെ ആദ്യ കൌൺസിൽ യോഗത്തിൽ തന്നെ കല്ലുകടി. നഗരസഭാ ഓഫീസിന് മുന്നിൽ മദ്യക്കുപ്പികൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയത് പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കി. ഗുരുവായൂരിൽ വഴിയോര കച്ചവടക്കാരനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. വടക്കുംചേരി സ്വദേശി ചന്ദ്രനെയാണ് ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. തളിക്കുളം സ്നേഹതീരം ബീച്ച് പാർക്ക് ഈ മാസം 24-ന് തുറക്കും. നവീകരണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.